ഒരുപാട് പേരുണ്ടാക്കി നോക്കിയ വൈറലായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയായത്. വെറും 3 ചേരുവകൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ടിഫിനായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ 3 വിരൽ കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അപ്പത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ചേരുവകൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല കേട്ടോ. ആദ്യം നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഇട്ട് കൊടുക്കണം. ഞാൻ 250 ഗ്രാം മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്ന മൈദയാണ് കേട്ടോ. ഇനി ഈ മൈദ ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിന് വേണ്ടതുപോലെ ചേർത്ത് കൊടുത്തുവെച്ചാൽ മതി, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ 1 സ്പൂൺ പഞ്ചസാര അതും ചേർത്തതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാവ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് ഉണ്ടാക്കാനുണ്ട്, നമുക്ക് 1/4 കിലോ മൈദ. ഇനി കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഫുഡ് കളറുണ്ട്, അത് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് അടിച്ചെടുത്ത് വെച്ചാൽ മതി. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ലേ. ഇപ്പം ഞാനിത് നല്ലോണം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ടും തിന്നായിട്ടുമുള്ള അപ്പമാണ് കേട്ടോ. കൊച്ചു പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇപ്പം മാവൊക്കെ അടിച്ചെടുത്ത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആകെ കൂടി ഒരു ചേരുവ മാത്രം ചേർത്ത് വെച്ചാൽ മതി. 2 കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള എടുത്തിരിക്കുന്നത്. അത് ഇനി ഈ മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളൊരു കയ്യിൽ കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യണം. മുട്ടയൊക്കെ നന്നായിട്ട് ഇളകി കിട്ടണം കേട്ടോ, അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന അപ്പത്തിന്. പിന്നെ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊഴിവാക്കാവേ. ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഓപ്ഷനല്ല, അതും വേണമെങ്കിൽ മാത്രം ചേർത്ത് വെച്ചാൽ മതിയേ. ഇപ്പോൾ അത്യാവശ്യ കൺസിസ്റ്റൻസി നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. നല്ല ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ല. ഇതുപോലെ വേണം ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനേ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ മാവി മുട്ട ചേർക്കുമ്പോഴത്തേക്ക് ചിലവർക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല. അതിന് വേണ്ടിയിട്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ സ്പൂൺ എസൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. പിന്നെ വേഗത്തിൽ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. കറി പോലും വേണ്ട, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ നമുക്കിതെടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് കട്ടിയിലാണ് കേട്ടോ, ഒരുപാട് ലൂസാക്കിയിട്ടില്ല. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല പൊന്തി വരുന്നത്. ഇതിപ്പോൾ നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മുട്ടയെല്ലാം എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാവേ. ഒരടി പിടിക്കാത്ത പാൻ വേണം എടുക്കാൻ. പാൻ നല്ല ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ 1 തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, പരത്തിയൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയേ. ഇനി 2 സൈഡും മറിച്ചും തിരിച്ച് വിടണം. ആദ്യം ഇച്ചിരി തീ കൂട്ടിയിടണം, അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മറിച്ച് കൊടുക്കണം. ഇത് നല്ല പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്.
ഇപ്പം നമ്മുടെ ഒരു സൈഡ് നല്ല മൂത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ കണ്ടില്ലേ, ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. മഞ്ഞൾ വേണ്ടവർക്ക് മാത്രം ചേർത്തച്ചാൽ മതി കേട്ടോ, കളർ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഈ സമയത്ത് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മതി, അല്ലെ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുത്താൽ മതി. പിന്നെ അടി പിടിച്ചില്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ മധുരവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർന്നിരിക്കുന്നത് കൊണ്ട് വെറുതെ കൈ പിടിച്ച് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഇതിന് പിന്നെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 പ്രാവശ്യം കൂടെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. ജോലിക്കാർക്കൊക്കെ നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോയായത്. വേഗത്തിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും മടക്കി വെച്ച് നമ്മൾ എലാഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്, ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, നല്ല കളറൊക്കെ വന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 സൈഡും പൊന്തി വന്നായിരുന്നേ. ഇപ്പം കൈവിരൽ തൊടുമ്പോഴേ അത് മുറിഞ്ഞു വരും, അത്രയ്ക്ക് പഞ്ഞിക്കട്ട പോലെയാണ് ഇരിക്കുന്നത്. ഇതിന് സ്പെഷ്യലായിട്ട് കറിയൊന്നും വേണ്ട, പിന്നെ ഇറച്ചിക്കറിയൊക്കെ കൂട്ടിക്കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കടലക്കറിയും കൊള്ളാം കേട്ടോ. ഇതുപോലത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ കാണണമെങ്കിൽ ഒത്തിരി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ എല്ലാവരും പോയി ഒന്ന് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.